മക്കള് നന്നായാലേ നമ്മുടെ മക്കള് നന്നാകൂ. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഷെയ്ഖ് തങ്ങളുടെ ചരിത്രം. ബഹുമാനപ്പെട്ടവരുടെ പിതാവ് ഒരു നദിയുടെ അരികിലൂടെ നടക്കുന്ന സമയത്ത് അതിലൂടെ വന്ന ഒരു പഴം എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോ, പടച്ച റബ്ബേ, ഇതിന്റെ മുതലാളി, ഈ പഴത്തിന്റെ ഉടമസ്ഥൻ ഇത് പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് ചിന്തിച്ച് ഒരുപാട് നടന്ന് മുകളിലേക്ക് നടക്കുമ്പോൾ ആ പുഴയിലേക്കതാ ഒരു മരം ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നു. ആ മരത്തിൽ നിന്ന് ഈ പുഴയിലേക്ക് പഴം ചാടാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചാടിയതാകാമെന്ന് കരുതി ആ തോട്ടത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടുന്ന് അതിന്റെ മുതലാളിയെ അന്വേഷിക്കുന്നു. അവസാനം മുതലാളിയെ കണ്ടെത്തുമ്പോൾ മുതലാളിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഓ മനുഷ്യ, ഞാൻ പുഴയിലൂടെ ഒഴുകി വന്ന ഒരു പഴം കഴിച്ചുപോയി. അത് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അത് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി വന്നതാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പിതാവ് ഇത് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെടാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് ഡിമാൻഡ് എന്ന് വെച്ചാൽ, എന്റെ തോട്ടത്തിൽ നീ ഒരുപാട് കാലം ജോലി ചെയ്യണം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകളുടെ പിതാവ് അതിനെല്ലാം സമ്മതം മൂളുകയാണ്. കാരണം കേവലം ഒരു പഴമേ കഴിച്ചിട്ടുള്ളൂ. ആഖിറത്തിൽ രക്ഷപ്പെടാതിരിക്കാൻ ഈ പഴം ഒരു കാരണമാകരുത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ അതിന് സമ്മതം മൂളുന്നു. അങ്ങനെ ഈ പറഞ്ഞ ഡേറ്റ് വരെ, കാലം വരെ ആ തോട്ടത്തിൽ ബഹുമാനപ്പെട്ടവര് ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്ത് ആ കാലമെത്തിയപ്പോൾ, പറഞ്ഞ സമയമെത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവര് ചെന്നിട്ട് മുതലാളിയോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സമയമായിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ കാലം അത്രയും ഞാൻ ഈ തോട്ടത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്നെ നിങ്ങൾ പോകാൻ സമ്മതിക്കണം. നിങ്ങളുടെ പഴം ഞാൻ കഴിച്ചത് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്. ആ മകൾക്ക് കൈയില്ല, കാലില്ല, കണ്ണില്ല. ഇങ്ങനെയുള്ള ഒരു മകളുണ്ട്. ആ മകളെ നീ കല്യാണം കഴിക്കലല്ലാതെ ഞാൻ പൊരുത്തപ്പെടൂല. ആ മകളെ കല്യാണം കഴിച്ചാലേ ഞാൻ ആ പഴം പൊരുത്തപ്പെടൂ എന്ന് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞപ്പോ, പടച്ചവനെ, എന്റെ ആഖിറത്തിന്റെ കാര്യമാണല്ലോ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ അതിനും സമ്മതിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. ആ റൂമിലേക്ക് ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞ് ആ മകളിരിക്കുന്ന റൂമിലേക്ക് ബഹുമാനപ്പെട്ടവര് കയറി ചെന്നപ്പോൾ നല്ല കൈയും കാലും കണ്ണും എല്ലാ അവയവങ്ങളും, ഒരു അവയവത്തിനും ഒരു പോറലുമില്ലാത്ത നല്ല അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയെയാണ് അവിടെ കാണുന്നത്. ഉടനെ തന്നെ റബ്ബിനെ പേടിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകളുടെ പിതാവ് അവിടുന്ന് തിരിഞ്ഞോടുകയാണ്. ഉടനെ തന്നെ വിളിച്ചു. ഈ സുന്ദരിയായ പെണ്ണ് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ വാപ്പ പറഞ്ഞ പെണ്ണ് അത് ഞാൻ തന്നെയാണ്. എന്റെ ഉപ്പ കണ്ണില്ല എന്ന് പറഞ്ഞത്, എന്റെ ഉപ്പ കാലില്ല എന്ന് പറഞ്ഞത്, എന്റെ ഉപ്പ കൈയില്ല എന്ന് പറഞ്ഞത് ഹറാമിലേക്ക് നോക്കിയ കണ്ണില്ല എന്നാണ്, ഹറാമിലേക്ക് നടന്ന കാലില്ല എന്നാണ്, ഹറാം പിടിച്ച കൈയില്ല എന്നാണ്, അതല്ലാതെ അന്ധയാണ് എന്നല്ല. മഹാനിരായ ഈ മനുഷ്യൻ, ഈ വലിയ മനുഷ്യൻ, റബ്ബിനെ പേടിക്കുന്ന ഈ മനുഷ്യൻ ആ പെൺകുട്ടിയുമൊത്ത് ജീവിതം നയിക്കുകയാണ്. ആ മഹദിയായ ഫാത്തിമ എന്ന ആ മഹദിയുമായിട്ട് അതാ ദാമ്പത്യ വല്ലരിയിൽ പിറന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങനെ അവിടുന്ന് പിറവിയെടുക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കറാമത്തുകൾ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് വന്നതായി നമുക്ക് കാണാം. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ സമാഗതമായപ്പോൾ മുല കുടിക്കുന്ന പ്രായത്ത്, ചെറിയ കുഞ്ഞിളം പൈതലായ സമയത്ത് തന്നെ റമദാനിന്റെ പകലിൽ മുലയെ തുടർന്നില്ല. നിങ്ങൾക്കറിയാം, മാലയിൽ കാണാം, മുതലായ റമദാനിൽ 30 നാളിലും മുല കുടിക്കും പ്രായം, മുലനെ തൊടാത്തോവർ. ഇങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ കറാമത്ത് കാണിക്കുന്നു. ബഹുമാനപ്പെട്ടവർ ചെറിയ പ്രായത്തിൽ ബഗ്ദാദിലേക്ക് ഇൽമ പഠിക്കാൻ പോയ സംഭവം, ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ബഹുമാനപ്പെട്ടവർ
ഒരു പശുവിന്റെ പിന്നാലെ നടക്കുമ്പോ, ഓ മുഹിയുദ്ദീൻ, ഓ അബ്ദുൽ ഖാദർ, നിന്നെ ഇതിനു വേണ്ടിയാണോ റബ്ബ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ച സംഭവവും, മാതാവിന്റെ അടുക്കൽ വന്നിട്ട് എനിക്ക് ഇൽമ് പഠിക്കണം ഉമ്മ, എനിക്ക് മതത്തെ കുറിച്ച് പഠിക്കണം ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മയോട് പറഞ്ഞപ്പോ ആ ചെറിയ കുട്ടിയെ ജീനാനിൽ നിന്നും ബഗ്ദാദിലേക്ക് കച്ചവടത്തിന് പോകുന്ന സംഘത്തിന്റെ കൂടെ പറഞ്ഞയച്ച ചരിത്രം നമുക്കറിയാം. അങ്ങനെ ഉമ്മ പറഞ്ഞയക്കാൻ ഈ ചെറിയ കുട്ടിയെ ഇൽമ പഠിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് പറഞ്ഞയക്കുമ്പോൾ 40 ദിനാറ് തന്റെ വസ്ത്രത്തിന്റെ അടിഭാഗത്ത് ആരും കാണാത്ത വിധത്തിൽ തുന്നിപ്പിടിപ്പിച്ചിട്ട് ബഗ്ദാദിലേക്കുള്ള ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ പറഞ്ഞയക്കുകയാണ്. അവരങ്ങനെ നടന്നു നീങ്ങുന്നു. പോകുന്ന സമയത്ത് ആളുകളൊന്നുമില്ലാത്ത വൻ കാട്ടിൽ അകപ്പെട്ടപ്പോൾ, അതാ വിജനമായ സ്ഥലത്ത് അകപ്പെട്ടപ്പോൾ, അവിടെ നിന്ന് ഈ കച്ചവട സംഘത്തെ വലിയ ഒരു കൊള്ള സംഘം വന്ന് കവർച്ച ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ എന്ന ഈ ചെറിയ കുട്ടി, അബ്ദുൽ ഖാദർ എന്ന ഈ ചെറിയ കുട്ടി മാറി നിൽക്കുന്നു. കാരണം ഈ കുഞ്ഞിന്റെ കയ്യിൽ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു കൊള്ളത്തലവൻ, കൊള്ള സംഘത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, മോനെ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്, എന്റെ കയ്യിൽ 40 ദിനാറുണ്ട്. ഈ ചെറിയ കുട്ടിയുടെ കയ്യിൽ 40 ദിനാറോ എന്ന് മനസ്സിലാക്കി, ഈ കുട്ടി എന്നെ പറ്റിക്കുകയാണ്, ഈ കുട്ടി നുണ പറയുകയായിരിക്കാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു പോകുന്നു. വീണ്ടും കൊള്ള സംഘത്തിലുള്ള ഒരാൾ വന്ന് ചോദിക്കുന്നു, ഇതേ മറുപടി കൊടുക്കുന്നു. വീണ്ടും അതാ കൊള്ളത്തലവൻ വന്നിട്ട് ചോദിക്കുന്നു, മോനെ നിന്റെ കയ്യിൽ വല്ലതുമുണ്ടോ? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഉണ്ട്, എന്റെ കയ്യിൽ 40 ദിനാറുണ്ട്. അങ്ങനെ ആ കുട്ടിയെ ഒന്ന് പരിശോധിക്കാൻ, ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ നിന്നും 40 ദിനാറ് കണ്ടെടുത്തപ്പോ ഈ കൊള്ളത്തലവൻ ചോദിക്കുന്നു, മോനെ എന്തേ നീ ഇത്രമാത്രം സത്യം പറഞ്ഞത്? നിന്റെ പക്കൽ ഈ 40 ദിനാറുള്ള വിവരം ഞങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. അറിയാത്ത ഈ അവസരത്തിൽ പോലും മറച്ചു വെച്ച ഈ 40 ദിനാർ എന്തുകൊണ്ടാണ് നീ ഇത്രമാത്രം സത്യം പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ എന്ന ഈ ചെറുപ്പക്കാരൻ, ഈ ചെറിയ കുട്ടി പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് എന്റെ ഉമ്മ എനിക്ക് തന്നൊരു ഉപദേശമുണ്ട്, മോനെ നിന്റെ തല പോകുന്ന അവസരം വന്നാലും നീ കളവ് പറയരുത് എന്ന് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറഞ്ഞിരുന്നു എന്ന് ഈ കൊള്ളത്തലവനോട് പറഞ്ഞപ്പോ, ഈ കൊള്ള സംഘത്തിന്റെ തലവനോട്, ക്യാപ്റ്റനോട് പറഞ്ഞപ്പോ അയാളതാ അന്തം വിട്ട് ചിന്തിക്കുകയാണ്. അയാള് പറയുന്നത്, പടച്ച റബ്ബേ, ഈ മോനെ നീ നിന്റെ ഉമ്മാന്റെ വാക്തത്വം സ്വീകരിച്ചെങ്കിൽ, നിന്റെ ഉമ്മാന്റെ വാക്ക് നീ പാലിച്ചെങ്കിൽ, എന്റെ യജമാനനായ റബ്ബിന്റെ വാക്ക് ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ആ കൊള്ള സംഘം കവർച്ച ചെയ്ത സർവ സമ്പത്തും ആ ബഗ്ദാദിലേക്ക് പോകുന്ന ആ കച്ചവട സംഘത്തിന് തിരിച്ചേൽപ്പിച്ചിട്ട് ഇവരാകമാനം ഇസ്ലാം മതത്തിലേക്ക്, ഇസ്ലാമിന്റെ സൽപാന്താവിലേക്ക് കടന്ന ചരിത്രം നമുക്കറിയാം. ഇങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കറാമത്തുകൾ കാണിച്ച്, ഒരുപാട് കറാമത്തുകൾ കാണിച്ച സംഭവങ്ങൾ, ചരിത്രങ്ങൾ, ബഹുമാനപ്പെട്ടവരുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ എത്രയോ സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ചെറിയ കുട്ടിയായി ഓതി പഠിക്കുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ വിഷമങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനില്ലാതെ ബുദ്ധിമുട്ടായത് നമുക്കെല്ലാവർക്കും ചരിത്രം അറിയുന്നതാണ്. ബഹുമാനപ്പെട്ടവർക്ക് ഭക്ഷണമില്ലാതെ, ബഹുമാനപ്പെട്ടവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു വകുപ്പുമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു പള്ളിയുടെ അരികിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പള്ളിയിലിരുന്ന് ഒരാൾ നല്ല റൊട്ടിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അതിലേക്ക് വിളിക്കുകയാണ്. മോനെ ഭക്ഷണം കഴിക്കാൻ വരൂ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരെ ആ ഭക്ഷണ തളികയിലേക്ക് ക്ഷണിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവര് വരികയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്ഷണിച്ച ഈ വ്യക്തി ചോദിക്കുന്നു, മോനെ നിന്റെ വീട് എവിടെയാണ്? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാൻ ജീലാനികാരനാണ്, എന്റെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. ഇങ്ങനെ ഓരോ വിശേഷണങ്ങളും ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ അതിഥിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ നിന്റെ അതിഥി
പകുതിയായിരിക്കുന്നു മോനെ എന്ന് പറയുന്നു. കാരണമെന്തേ? ഈ ഉമ്മ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ എന്ന ഈ കുട്ടിക്ക് വേണ്ടി ദർസിൽ പഠിക്കുന്ന സമയത്ത് ചെലവിന് കൊടുത്തയച്ച ഈ 8 ദിർഹമുമായി വന്നതായിരുന്നു ഈ മനുഷ്യൻ. ഭക്ഷണം കഴിഞ്ഞപ്പോ തന്റെ കയ്യിലുള്ള സമ്പത്ത് കഴിഞ്ഞപ്പോൾ സമ്പത്തെല്ലാം തീർന്നു പോയപ്പോൾ ഈ കുട്ടിയുടെ കാശെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖിന്റെ കാശെടുത്തുകൊണ്ട് ഭക്ഷണം വാങ്ങിയതായിരുന്നു. ബഹുമാനപ്പെട്ടവര് ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ 8 ദിർഹമിൽ നിന്ന് അദ്ദേഹത്തിനും ചില പാരിതോഷികങ്ങൾ കൊടുക്കുന്നു. വീണ്ടും പാവപ്പെട്ട ഭക്ഷണം കഴിക്കാനില്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങി വിതരണം ചെയ്യുന്നു. ചരിത്രങ്ങളിൽ കാണാം, ഒരു നിലക്കും ഒരു കാശും തന്നെ നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ച, നാളേക്ക് വേണ്ടി എടുത്തു വെച്ച സംഭവങ്ങൾ നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ അതെല്ലാം കഴിഞ്ഞു. അല്പകാലം കഴിഞ്ഞപ്പോ വീണ്ടും ഇതുപോലെ ഭക്ഷണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 20 ദിവസത്തോളം ഭക്ഷണം കഴിക്കാതെ വത്തക്കയുടെ തോടും അതുപോലെ തന്നെ പച്ചിലകളും ഭക്ഷണം കഴിച്ചു നടന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. ഈ സമയത്താണ് ഒരു ഉൾവിളി വരുന്നത്. ആരോ വിളിച്ചു പറയുന്നത്, ഓ അബ്ദുൽ ഖാദർ, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ നടക്കേണ്ടതില്ല. നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി, ഇന്ന കടയിൽ പോയി നിങ്ങൾ കടം ചോദിച്ചോളൂ, കടമായി നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ വിവരമറിയിച്ച കടയിൽ ചെല്ലുന്നു. എനിക്കല്പം ഭക്ഷണം വേണം, എനിക്കല്പം ഭക്ഷണം നിങ്ങൾ കടമായി തരണം, എനിക്ക് ക്യാഷ് കിട്ടുന്ന സമയത്ത് തിരിച്ചു തരാം എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ കടക്കാരനോട് പറഞ്ഞപ്പോ ആ കടയിലുള്ള മനുഷ്യൻ പറഞ്ഞു, മോനെ, നിനക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, ഇവിടെ നിന്ന് കഴിച്ചോളൂ, പ്രശ്നമില്ല. കാരണം എന്തേ? ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സത്യസന്ധതയും ആ മുഖത്തുള്ള ഈമാനിക ഐശ്വര്യവും ആ പ്രകാശവും എല്ലാം കണ്ടപ്പോൾ മോനെ ക്ഷണിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അങ്ങനെ അതാ കടമായി ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഇനി എങ്ങനെ ഞാൻ ആ കടയിലേക്ക് ചെല്ലും? ഒരുപാട് കാശ് അവിടെ കൊടുക്കാനുണ്ടല്ലോ, ഇനി കടം വീട്ടാതെ ഞാൻ ആ കടയിൽ ില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോ വീണ്ടും ബഹുമാനപ്പെട്ടവർക്ക് ഒരു ഉൾവിളി വരികയാണ്. മോനെ, വിഷമിക്കേണ്ടതില്ല, ഇന്നാലിന്ന ഒരു പൊത്തിൽ നിനക്കുള്ള ക്യാഷ് അവിടെ മാറ്റിവെച്ചിരിക്കുന്നു എന്നാരോ വിളിച്ചു പറയുന്നു. ചെന്ന് നോക്കുന്ന സമയത്ത് അതാ തനിക്കൽപ്പം ഭക്ഷണം കഴിക്കാനും കടം വീട്ടാനുമുള്ള ക്യാഷ് അവിടെ അതാ ആ പൊത്തിൽ കാണുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. എന്നാൽ നിങ്ങൾ അറിയോ, എല്ലാവരും കൊടുക്കുന്നത് അതുപോലെ അങ്ങ് കൈ നീട്ടി വാങ്ങുന്ന ഒരു പ്രകൃതിക്കാരനായിരുന്നില്ല ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ആര് കൊടുത്താലും എന്ത് കൊടുത്താലും എവിടെ വെച്ച് കൊടുത്താലും അതെല്ലാം വാങ്ങുന്ന ഒരാളായിരുന്നില്ല ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, വലിയ ഒരു പണക്കാരനായ അബൂ മുളഫർ യൂനിസ് എന്ന ഒരു രാജാവ്, ആ നാട്ടിലെ വലിയ പ്രമാണിയായ പണക്കാരനായ അബൂ മുളഫർ യൂനിസ് എന്ന ഒരു മനുഷ്യൻ 10 ചാക്കുകളിലായിട്ട് നല്ല വിലപിടിപ്പുള്ള സ്വർണ്ണ നാണയങ്ങളും നല്ല വിലപിടിപ്പുള്ള ചരക്കുകൾ കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ മുന്നിൽ വെച്ചിട്ട്, ഇത് നിങ്ങൾ എടുത്തോളൂ, ഇത് ഞാൻ നിങ്ങൾക്ക് ഹദിയ തന്നതാണ്, അത് നിങ്ങൾക്ക് എന്റെ വകയുള്ളൊരു സമ്മാനമാണ് എന്ന് പറഞ്ഞ് സമ്മാനം കൊടുത്തപ്പോ ആ 10 ചാക്കും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിച്ച സംഭവം നമുക്കറിയാം. അവസാനം ഇയാൾ നിങ്ങൾ എടുക്കണം. ഈ അബൂ മുളഫർ യൂനിസ് എന്ന് പറയുന്ന ആള് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്ന് സ്വീകരിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ, വാശി പിടിച്ചു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ തന്റെ ഇടത്തെ ഭാഗത്ത് നിന്ന് ഒരു കെട്ടും വലത്തെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗവും എടുക്കുന്നു. അത് രണ്ടും എടുത്തു നോക്കുമ്പോൾ വലിയ വില പിടിപ്പുള്ള സമ്പത്തായിരുന്നു. ആ സമ്പത്ത് ആ 2 ചാക്കും പിടിച്ച് 2 കൈ കൊണ്ടും ശക്തമായി അങ്ങ് പിരിഞ്ഞപ്പോൾ അതിൽ നിന്നും അത് ഫസാരാദമാ, അതിൽ നിന്നും അത് രക്തമിങ്ങനെ ഉറ്റി വീഴുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മനുഷ്യനോട് പറയുന്നു, എടാ, ജനങ്ങളെ വഞ്ചിച്ച് ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ കാശാണോ എനിക്ക് നീ സമ്മാനമായി കൊണ്ടുവരുന്നത് എന്ന് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച രംഗം. അതുപോലെ തന്നെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ 35 വയസ്സുവരെ
ആത്മീയ ലോകം, അതുപോലെ ആത്മീയ ലോകം കരഗതമാക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും ഒരുപാട് രാജ്യം ചുറ്റുകയും ഒരുപാട് ഇൽമുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. 35-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ കല്യാണം കഴിക്കുന്നു. ആ 35-ാം വയസ്സിൽ കല്യാണം കഴിച്ചു. 4 ഭാര്യമാരിൽ നിന്നുമായിട്ട് 45ഓളം മക്കളുണ്ടായെങ്കിലും ആ 45 മക്കളും 45 മക്കളിൽ 13 പെൺകുട്ടികളും 13 ആൺകുട്ടികളും 1 പെൺകുട്ടിയും മാത്രമേ ശരിക്കും ജീവിതം നയിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികളെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമെന്നോണം അപ്പോൾ ഘട്ടങ്ങളായിട്ട് മരിച്ചുപോയ സംഭവം ബഹുമാനപ്പെട്ടവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ജനങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മരണവിവരങ്ങൾ വന്നിട്ട് പറയും, ഓ ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങളെ, തങ്ങളുടെ മകള് മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മകൻ മരിച്ചിട്ടുണ്ട് എന്ന് വന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവര് ക്ലാസ് നിർത്തി അല്ലെങ്കിൽ പ്രസംഗം നിർത്തിയിട്ട് തന്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ ദീൻ പറയുന്ന ആ ഇൽമുമായി ആ ജോലിയിൽ തന്നെ വ്യാപൃതനാവുകയാണ്. അങ്ങനെ അഥവാ ആരെങ്കിലും മയ്യത്ത് തന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ ക്ലാസ് അവിടെ നിർത്തിവെച്ച് മയ്യത്ത് നിസ്കാരത്തിന്റെ നേതൃത്വം നൽകുന്നു, വീണ്ടും ക്ലാസ് തുടരുന്നു. കാരണം എന്തേ? ഇതെല്ലാം റബ്ബിന്റെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവര് ആ പരീക്ഷണങ്ങളിലെല്ലാം പൂർണ്ണമായ വിജയം കരഗതമാക്കാൻ വേണ്ടി ശ്രമിച്ച സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെയുള്ള മുഹിയദ്ദീൻ